വടകര വളവിൽ ഒരു 60 തെങ്ങുണ്ട്, 60 തെങ്ങിലും 60 പൊത്തുണ്ട്, 60 പൊത്തിലും 60 നത്തുണ്ട്, എന്നാൽ നത്തിനു കണ്ണത്ര. ഉത്തരം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്ത് ക്യൂസിന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. വടകര എന്ന് കേൾക്കുമ്പോൾ എനിക്കതാണ് ഓർമ്മ വരിക. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് വടകരയുടെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന സ്പെഷ്യലായിട്ടുള്ള ഒരു അടയാണ്. അതിനു വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. നമ്മൾ 3 കപ്പാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. ദെൻ 2 ടീസ്പൂൺ പെരുംജീരകം, 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി, അല്ലെങ്കിൽ വേണ്ട, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതാ 5 ചെറിയുള്ളി. ഇനി നമുക്ക് ആവശ്യമുള്ള സവാളയാണ്. വലിയത് വേണ്ട, അതിനൊരു ഹാഫ് സവാളയാണ് നമ്മൾ എടുക്കുക. തക്കാളി അങ്ങനെ തന്നെയാണ്, പകുതിയാണ് എടുക്കുന്നത്. ദെൻ ഒരു 6 പച്ചമുളകും ആവശ്യമുള്ള അത്രയും കറിവേപ്പിലയും നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുക, ആ പൊടികളൊക്കെ ഇല്ലേ അതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളുടെ തേങ്ങയെ ഒന്ന് ചമ്മന്തിയായിട്ട് ഒന്ന് പൊടിച്ചെടുക്കും. അത് നമ്മുടെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് പൊടിച്ചെടുക്കും. നല്ല രുചിയുള്ള അടയാണ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മളിത് സവാള ഒന്ന് സ്ലൈസ് ആക്കിയിട്ടെടുക്കും. കുറച്ച് മതി, അതിൻ്റെ പകുതി മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കറിവേപ്പിലയും പച്ചമുളകും ഇതിൽ നല്ലോണം ഇടണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. വീട്ടിലുണ്ടാക്കിയ കറിവേപ്പില ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ പിന്നെ പറയണ്ട, നല്ല സ്മെല്ലും നല്ല ഫ്ലേവറും കിട്ടും. ഞാൻ ഈ കുക്കിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്സ് ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്ന ആളാണ്. കട്ടിങ് ആണെങ്കിലും അതിലലിഞ്ഞങ്ങ് പോവും, അതാണ് അവസ്ഥ. തക്കാളിയും നമ്മൾ പകുതിയാണ് എടുക്കുന്നത്, അത്ര ആവശ്യമുള്ളൂ. അപ്പോൾ അത് സ്ലൈസസ് ആക്കുക, എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ എല്ലാം സെറ്റായി. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള സംഭവമാണ്, നല്ല ടേസ്റ്റാണ്. ഇതുപോലെയാണ് നമ്മളുടെ ചമ്മന്തി ഉണ്ടാവുക. നല്ലോണം അരഞ്ഞു പോകരുത്, ഇങ്ങനെ പൊടിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാം കൊണ്ടുപോയിട്ട് നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് വരാം. പ്രത്യേകം പറയണ്ടല്ലോ, ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് മസ്റ്റാണ്. അപ്പം നമ്മൾ അതിലേക്കൊന്നുമില്ല, നമ്മളുടെ ആ മുറിച്ച് വെച്ച സാധനങ്ങളൊക്കെ 1 by 1 ഇടുക, വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. എന്നിട്ട് അത് മിക്സ് ആക്കിയതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ആ ചമ്മന്തിയിൽ പൊടിച്ച് വെച്ചത് അതെടുത്തിട്ട് അതുകൂടെ ഇടും. എന്നിട്ട് അതും അങ്ങോട്ട് മിക്സ് ആക്കും. ആ നാട്ടിലൊക്കെ ഇതിന് മുളക് പൊടി എന്ന് പറയാം. അപ്പം നമ്മളുടെ ആ മസാലയിലേക്ക് ആ മുളക് പൊടി അങ്ങോട്ട് ഇടും. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കും. ഉപ്പൊന്ന് നോക്കാം, പക്ഷേ സെറ്റാണ്. 2 ടീസ്പൂണായിരുന്നു ഇട്ടത്, കറക്റ്റായിരിക്കും അത്. ഇനി നമുക്ക് അട ഉണ്ടാക്കാം. അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മൂടിച്ചെമ്പ് എടുക്കാം. മൂടിച്ചെമ്പ് ഇല്ലെങ്കിൽ ഇഡ്ഡലിച്ചെമ്പ് എടുത്താൽ മതി. ഇത് 20 വർഷമായിട്ട് എൻ്റെ സന്തത സഹചാരിയാണ്. ഇനി നമുക്ക് അടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയാണ്. എനിക്ക് അരിപ്പൊടി കിട്ടുന്നതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നത് പൊന്നിയരിയോ അല്ലെങ്കിൽ പുഴുങ്ങലരിയോ ആയിരുന്നു. നെയ്പ്പത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുതിർത്തി വയ്ക്കും. പക്ഷേ ഇതിന് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഈ അരിപ്പൊടി എനിക്ക് കിട്ടിയത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ്. അവരുടെ നാട്ടിലുള്ള ഒരു ഫുഡ് പ്രൊഡക്ട്സ് ആണ്, നല്ലതാണ്. അവരുടെ അടുത്ത് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, ഹോം ഡെലിവറി ഉണ്ട്. അടയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പാണ് പൊടി. ദെൻ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നീട് എനിക്ക് വെള്ളം ആവശ്യം വന്നത് 4.5 കപ്പാണ്. നമ്മൾ ചൂടുവെള്ളമാണ് യൂസ് ചെയ്യുക, ഭയങ്കര ചൂട് വേണ്ട, നമ്മൾ കൈ കുത്താൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു ചൂട് മതി. എന്നിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് അതിനെ കുഴച്ചെടുക്കുക. കണ്ടില്ല, ഇതുപോലെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ടാണ് നമ്മൾ അട പരത്തുന്നത്. അതിന് നമുക്ക് എന്ത് വേണം, വാഴയുടെ ഇല വേണം. അപ്പോൾ വാഴയുടെ ഇല എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ തടവുക. പിന്നെ വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലുണ്ടാകുമ്പം അടയ്ക്കും നല്ലൊരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കിട്ടും, നല്ല രസമുണ്ടാവും. അപ്പോൾ എന്നിട്ട് ഇതാ ഇങ്ങനെ പരത്തിയെടുക്കണം. നല്ല നമ്മുടെ ഈ കയ്യിൻ്റെ ഈ ഭാഗം കൊണ്ടാണ് പരത്തുന്നത്. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. എന്നിട്ട് പരത്തിയിട്ട്
നമ്മൾ മസാല ഉണ്ടാക്കി വെച്ച മസാല അതിലിടുക. സൈഡിലേക്കൊക്കെ മസാല ഇടണം, അല്ലെങ്കിൽ സൈഡ് ആരും കഴിക്കൂല. എന്നിട്ട് മസാല ഇട്ടിട്ട് നമ്മുടെ സാധാരണ അട പോലെ തന്നെ മടക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. പരത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല നൈസായിരിക്കണം. കണ്ടില്ലേ, നമ്മൾക്ക് ആ അടിയിലുള്ള ഇല ഇങ്ങനെ അതിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള എല്ലാ അടകളും പരത്തിയെടുക്കുക. എനിക്ക് ആ ഭാഗത്തുള്ളവരുടെ ആഹാര രീതി ഭയങ്കര ഇഷ്ടമാണ്. ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ് അവർ. ഞാനും അങ്ങനെ തന്നെയാണ്. സമയം പോകുന്നതറിയാതെ ചെയ്യുന്നൊരു പ്രവൃത്തിയാണിത്. എനിക്ക് ആ നാട്ടുകാരുടെ എനിക്കറിയുന്ന ഭക്ഷണങ്ങളൊക്കെയും ഉണ്ടാക്കണമെന്നും അപ്ലോഡ് ചെയ്യണമെന്നും അത് കാലാഹരണപ്പെട്ടു പോവാതെ സൂക്ഷിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എപ്പിസോഡായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ സേവ് ചെയ്ത് വെക്കുക. അപ്പോഴിതാ നമ്മുടെ അടയൊക്കെ സെറ്റായി. ഇനി നമുക്ക് ഇത് മൂടിച്ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനൊരു 10 മിനിറ്റാണ് എടുക്കുക വേവാൻ വേണ്ടിയിട്ട്. 10-15 നിങ്ങൾ വെക്കുന്ന പോലെ ഇരിക്കും. ഇതൊക്കെ വെക്കുമ്പോൾ മെല്ലെ മെല്ലെ വെക്കണേ, അല്ലാതെ ഓടി പിടിച്ചിട്ടൊന്നും വെക്കരുത്. കാരണം നമ്മളുടെ അട എന്ന് പറയുന്നത് നല്ല നൈസായിട്ടാണ് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് സ്നേഹിച്ചൊക്കെ വെക്കുക. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മൂടി തുറക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ അട എങ്ങനെയുണ്ടെന്ന്. നോക്കിയ ഉള്ളിൽ മസാലയൊക്കെ ഇങ്ങനെ മേലേക്ക് കാണും നമുക്ക്. അത്രയും നൈസാണ്, സോഫ്റ്റാണ് സംഭവം. എന്നിട്ട് ഇവിടെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ ഇല നോക്കിയാൽ ഈ ഇലയുടെ ഭാഗം കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ശരിക്കും ആ ഇലയുടെ ആ പച്ചപ്പ് മാറിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വെച്ചാൽ, അത് കാണുമ്പോൾ നമുക്ക് വെന്ത പോലെ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെ വെക്കുമ്പോഴാണ് അത് കറക്റ്റ് വേവിൽ കിട്ടുകയെന്നാണ്. നമുക്കൊരു 2 മിനിറ്റ് കൂടെ വെക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. എന്നിട്ട് അത് തുറന്ന് നോക്കുമ്പോൾ ഇത് കറക്റ്റ് വേവാണ്. എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടി, നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു. അത് നേരത്തെ അത് വേവുന്ന സമയം കൊണ്ട് ഞാൻ പരത്തി വെച്ചതാണ്. അപ്പോഴതും കൂടെ ഇതുപോലെ മൂടിച്ചെമ്പിൽ വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നല്ലൊരു സുലൈമാനി ഉണ്ടാക്കാം. ഇതിന് നല്ല മധുരമുള്ള ഏലക്കായൊക്കെ ഇട്ട ഒരു സുലൈമാനി എന്ന് പറയുന്നത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളുടെ അട റെഡിയായി. നോക്കിയേ, നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ ഇലകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഒരുമിച്ച് ഒരു അട എടുത്ത് കഴിച്ച് നോക്കിയാലോ. നോക്കിയേ, നല്ല സോഫ്റ്റ്, ഉള്ളിൽ മസാലയൊക്കെ കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ കൂടെ നല്ല ഒരു മധുരത്തിലൊരു സുലൈമാനി. ആഹാ, നല്ല രുചിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ വ്യത്യസ്ത നാടുകളിലെ വ്യത്യസ്ത നാട്ടിൻ രുചികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.